ഈ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് അനന്തു അജി എന്ന 24 വയസ്സുകാരൻ ഇന്നലെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ ഇടയായ കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്നു. ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നത്, താൻ വളരെ ചെറുപ്പം മുതൽ തന്നെ RSSൽ ആകർഷനായി അതിൻ്റെ ശാഖാപ്രവർത്തനത്തിൽ പോവുമായിരുന്നു. അങ്ങനെ RSSൻ്റെ ശാഖയിൽ വെച്ച് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ്. RSSൻ്റെ ശാഖയിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഈ ലൈംഗിക പീഡനത്തിൻ്റെ എല്ലാം ഭാഗമായി ഞാൻ കുറേ കാലമായി കടുത്ത മാനസിക സംഘർഷത്തിലാണ്. അവിടെ എനിക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയുന്നില്ല. അതിനാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് അതിനകത്തുള്ളത്. RSSൻ്റെ ശാഖയിലെല്ലാം ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും എന്തെല്ലാം ആശയങ്ങളാണ് അതിനകത്ത് കൂടി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും എത്രയോ കാലമായി ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മതത്തെയും വിശ്വാസത്തെയും മുൻനിർത്തി ക്ഷേത്രത്തിൻ്റെ വളപ്പുകളിലും ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെല്ലാം സംഘടിപ്പിച്ചിരുന്ന RSSൻ്റെ ശാഖയിലേക്ക് തെറ്റിദ്ധാരണ കൊണ്ടെല്ലാം കുറച്ചാളുകൾ പോയിട്ടുണ്ട്. അത്തരം ആളുകൾക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് അനന്തുവിൻ്റെ മരണത്തിൽ കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. DYFI ആവശ്യപ്പെടുന്നത് അനന്തുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള RSSൻ്റെ ശാഖയ്ക്ക് നേതൃത്വം കൊടുത്ത അതിൻ്റെ നേതൃത്വത്തെ ഉൾപ്പെടെ ശക്തമായ നിലയിൽ നിയമ നടപടിക്ക് വിധേയമാക്കണം എന്നുള്ളതാണ്. അനന്തുവിനെ പീഡിപ്പിച്ചിട്ടുള്ള RSSൻ്റെ ശാഖാ പ്രമുഖരെ ഉടനടി പിടികൂടുകയും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും വേണം എന്ന് DYFI ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്നലെ രാത്രി മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംഘം വ്യാപകമായി അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് പേരാമ്പ്രയിൽ MP ഷാഫി പറമ്പലിന് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്ന് മാധ്യമങ്ങൾ നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അവിടെ ഇപ്പോൾ UDFൻ്റെ ക്യാമ്പിൽ അവർ പ്രചരിപ്പിക്കുന്നത് പേരാമ്പ്രയിലെ CKG കോളേജിൽ SFI തോറ്റതുകൊണ്ട് അതിൽ നിരാശ കൊണ്ട് അവിടെ സംഘർഷമുണ്ടായി എന്നാണ്. യഥാർത്ഥത്തിൽ CKG കോളേജിൽ ആരാണ് പരാജയപ്പെട്ടത്? CKG കോളേജിൽ പരാജയപ്പെട്ടത് KSU ആണ്. അവിടെ 9 മേജർ സീറ്റിൽ 1 സീറ്റിൽ മാത്രമേ SFIക്ക് പരാജയമുണ്ടായിട്ടുള്ളൂ. ബാക്കി 8 സീറ്റിലും വിജയിച്ച് ആ കോളേജ് യൂണിയൻ നേടിയത് SFI ആണ്. എന്നാൽ തൊട്ടടുത്ത് MSFൻ്റെ കോട്ടയായിട്ടുള്ള മറ്റൊരു കോളേജുണ്ട്. ആ കോളേജിൻ്റെ പേര് സിൽവർ കോളേജ് എന്നാണ്. അത് പൂർണ്ണമായിട്ടും ലീഗിൻ്റെയും UDFൻ്റെയും നിയന്ത്രണത്തിലുള്ള കോളേജാണ്. ആ കോളേജിൽ കാലങ്ങളായി വിജയിച്ചു വരുന്ന MSFന് KSUവിന് ചില സീറ്റുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടായി. അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ SFI ആണ് വിജയിച്ചത്. അതിനെ തുടർന്ന് അവിടെ അവർ ബോധപൂർവം സംഘർഷമുണ്ടാക്കി കോളേജ് തന്നെ അടിച്ചു തീർക്കുന്ന നില അവിടെ ഉണ്ടായി. അപ്പം അതിൻ്റെ എല്ലാം മറവിൽ UDF ഒരു ഹർത്താലിന് അവിടെ ആഹ്വാനം ചെയ്യുക. ആ ഹർത്താലിൻ്റെ മറവിൽ പേരാമ്പ്രയിലെ പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആളെ ക്രൂരമായി മർദ്ദിക്കുന്നു. സ്വാഭാവികമായിട്ടും പേരാമ്പ്ര പോലൊരു പ്രദേശത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പത്രമേറ്റാൽ ജനങ്ങളാകെ ഇറങ്ങുമല്ലോ. അങ്ങനെ നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. LDF ആഹ്വാനം ചെയ്ത പ്രകാരമാണ്, മുൻകൂട്ടി പ്രഖ്യാപിച്ച പ്രതിഷേധമാണ്. ആ പ്രതിഷേധം തടസ്സപ്പെടുത്താൻ വേണ്ടി ഷാഫിയും സംഘവും ഷോയുമായി ഇറങ്ങുകയാണ്. എപ്പോഴാണ് ഷാഫി അവിടെ എത്തുന്നത്? LDFൻ്റെ പ്രകടനം നടന്ന് ആ പ്രകടനത്തിന് നേരെ
UDF-ന്റെ ആളുകൾ സംഘർഷമുണ്ടാക്കാൻ പ്രകടനമായി വരുന്നു, പോലീസ് നടുക്ക് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് പോലീസ് തടയണ്ടേ? അപ്പോൾ LDF-ന്റെ ആളുകൾ പറഞ്ഞു, ഷാഫി വരും എന്ന് കേൾക്കുന്നുണ്ട്. ഷാഫി വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും എന്ന് അറിയാലോ. അപ്പോൾ LDF-ന്റെ ആളുകളെല്ലാം ഷാഫിയുടെ കെണിയിൽ വീഴാതിരിക്കാൻ പിരിഞ്ഞുപോയി, മാറി നിന്നു. ഷാഫി അങ്ങനെ കരുതിയത് പോലീസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഘർഷമല്ല ഷാഫി ഉദ്ദേശിച്ചത്. ഷാഫി ഉദ്ദേശിച്ചത് LDF-ന്റെ പ്രകടനത്തിന് നേരെ ഇരച്ചു കയറുക, അവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നായിരുന്നു. പക്ഷെ അത് LDF-ന്റെ പ്രവർത്തകരുടെ ആത്മസംയമനം കൊണ്ട്, ഷാഫിയുടെ ഈ കാഞ്ഞ ബുദ്ധി തിരിച്ചറിഞ്ഞത് കൊണ്ട് അത് നടന്നില്ല. പിന്നെ അവിടെ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഇപ്പൊ ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക. ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ്. ഷാഫി ഇതിന് മുന്നേയും ഒരുപാട് ഷോ കാണിച്ച ആളാണല്ലോ, നമുക്കറിയാലോ. ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് UDF കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ്. അതിൽ നിന്നും അങ്ങനെ എളുപ്പത്തിൽ മറികടന്നു പോവാൻ UDF-ന് കഴിയില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്തൊക്കെയാ ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ? ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ അത് വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പണം എവിടെ എന്ന ചോദ്യമാണ്. ഷാഫി പച്ചക്കള്ളം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഷാഫി പറഞ്ഞു, നിങ്ങൾ മാധ്യമപ്രവർത്തകരോടല്ലേ പറഞ്ഞത്, ഷാഫി പറഞ്ഞത് ഞങ്ങൾ ഗവൺമെന്റിനോട് സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു, ഗവൺമെന്റ് സ്ഥലം തന്നില്ല എന്നാണ്. ഉടൻ തന്നെ റവന്യൂ മന്ത്രി ചോദിച്ചു, ആരോട് ആവശ്യപ്പെട്ടു, എന്ത് രേഖയുണ്ട് കാണിക്കാൻ? ഷാഫിക്ക് പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. രാഹുൽ മാങ്കൂട്ടത്തോട് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ വെച്ച് ആളുകൾ ചോദിച്ചു, അല്ല പിരിച്ച കോടികൾ എവിടെ? വിവിധ ചലഞ്ചുകൾ വഴിയും വിദേശത്ത് പോയിട്ടും NRI അവരുടെ അനുഭാവികളെ വെച്ചെല്ലാം പിരിച്ച കോടികൾ എവിടെ? പിന്നെയാണ് പൊതുസമൂഹത്തിന് മനസ്സിലായത്, പിരിച്ചെടുത്ത കോടികൾ ഗർഭചിത്രം നടത്താനും ബാംഗ്ലൂരിലേക്ക് പോവാനും കേസുകൾ സെറ്റിൽ ചെയ്യാനും വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നല്ലേ ആളുകൾക്ക് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇമാതിരി പൊറാട്ട് നാടകങ്ങൾ കളിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അധപ്പതനം നോക്ക്. കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസ് അസോസിയേഷനായി മാറുന്നു. എന്തൊരു നാണക്കേടാണ്! എന്തെല്ലാം തെമ്മാടിത്തമാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിമിനൽ സംഘമാണ്. ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിലെ കോൺഗ്രസിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുന്നു. ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ പുതിയ പുതിയ ക്യാപ്സൂളുകൾ അത് ഷാഫി ഷോയായിട്ട് ഇറക്കാൻ നോക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇതിനെ മുൻനിർത്തിയിട്ട് കേരളത്തിലാകെ സംഘർഷമുണ്ടാക്കി ഞങ്ങളെങ്ങ് ഭയപ്പെടുത്തി കളയാം എന്നൊന്നും ഷാഫി കരുതണ്ട. ഇന്നലെ കോഴിക്കോടും വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ ചില പ്രചരണ ബോർഡുകൾ, ഞങ്ങളുടെ കൊടിമരം ഇതെല്ലാം പിഴുതെറിയുക, നശിപ്പിക്കുക, ഇതൊക്കെയാണ് ഇന്നലെ രാത്രി നടത്തിയിട്ടുള്ള ഷോ. ഇമാതിരി ഷോയുമായി വന്നാൽ കനത്ത നിലയിൽ ഞങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരും, ശക്തമായി പ്രതിരോധിക്കേണ്ടി വരും. അങ്ങനെ കേരളത്തിൽ ഒരു സംഘർഷം രൂപപ്പെട്ടാൽ അതിന് ഉത്തരവാദി പൂർണ്ണമായിട്ടും ഷാഫിയും കോൺഗ്രസുമായിരിക്കും. അതുകൊണ്ട് ഷാഫിയുടെ ഷോ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഒരു പ്രശ്നം, കേരള സർവകലാശാല അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല വിവിധ കോളേജുകളിൽ ഇലക്ഷൻ നടന്നു. നിങ്ങൾ കഴിഞ്ഞ തവണ KSU ജയിച്ച കോളേജുകളെ മുൻനിർത്തിയിട്ട് വലിയ വാർത്ത കൊടുത്തിരുന്നു. ഇത്തവണ എന്താ സ്ഥിതി? മഹാഭൂരിപക്ഷം വരുന്ന കോളേജുകളും SFIയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. MSFകാരൻ പിടിച്ച ബാനറിൽ KSUവിനെ തോൽപ്പിച്ചിരിക്കുന്നു, അല്ലേ? അതല്ലേ MSFകാരൻ പിടിച്ചത്? MSFകാരൻ പരാജയപ്പെട്ട കോളേജിൽ KSUക്കാരൻ പിടിച്ച ബാനർ MSF പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ വർഗീയതക്കെതിരായ വിജയം എന്നാണ്. അപ്പോൾ വർഗീയതക്കെതിരായ വിജയം എന്ന് പരസ്പരം അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ UDF-ലെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ തന്നെ കടുത്ത സംഘർഷവും വലിയ അഭിപ്രായ വ്യത്യാസമാണ്, അതിൻ്റെ ജാള്യതയുമുണ്ട്. അപ്പൊ അതിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയാണ് ഷാഫിയുടെ ഷോ എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പിന്നെ പ്രമോദിനെ ആക്രമിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താ കാരണം? അവിടെ
വെങ്ങപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം പേരാമ്പ്ര പഞ്ചായത്തിലാണ്. ആ വെങ്ങപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കോൺഗ്രസ് അനുഭാവി കിട്ടിയ വീട്, ആ വീട് ഷാഫി പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു MP എന്ന നിലയിൽ ഷാഫി പോകുന്നതിൽ ഉദ്ഘാടനം ചെയ്യലോ തെറ്റില്ല. പക്ഷെ അത് എന്ത് പേരിലാണ് ഉദ്ഘാടനം ചെയ്തത്? കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു കൊടുത്ത വീട് എന്ന് പറഞ്ഞു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഖജനാവിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കോൺഗ്രസ് നിർമ്മിച്ച വീട് എന്ന് പറഞ്ഞ് ഷാഫി നാണമില്ലാതെ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്രയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇത് ഷാഫിയുടെ പാർട്ടി ഉണ്ടാക്കി കൊടുത്ത വീടല്ല, ഇത് പഞ്ചായത്ത് നിർമ്മിച്ച വീടാണ്. ഷാഫി ലഭ്യനായി. അതിന്റെ പക കൂടി ഷാഫിയുടെ സംഘത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇയാളെ ആക്രമിക്കാൻ, ഓഫീസിൽക്കാരെ ആക്രമിക്കാൻ പ്രേരണയായത് ഷാഫിയുടെ ഈ ലൈഫ് പദ്ധതി സംബന്ധിച്ച ഷോ, കോൺഗ്രസ് വീടാക്കി മാറ്റിയ ഷോ പൊളിഞ്ഞു പോയത് കൊണ്ടാണ്. അതിന്റെ പ്രതികാരം കൂടി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഷാഫിയും സംഘവും കേരളത്തെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ ഉന്നയിച്ച് ജനങ്ങളുടെ കടുത്ത പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികെട്ട ഷോയും കഞ്ഞിക്കുഴിയിൽ സതീശൻ തോറ്റുപോകുന്ന ഷോയാണ്. അതുകൊണ്ട് കഞ്ഞിക്കുഴിയിൽ സതീശന്മാർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നിങ്ങൾ വാർത്താ മാധ്യമ സംഘം അത്തരം കാര്യങ്ങളിലേക്ക് ക്യാമറ നീട്ടേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ചില ചാനലുകളുണ്ടല്ലോ, റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാരിവിടെ ഉണ്ടല്ലോ. എന്തായിരുന്നു മേപ്പയ്യൂരിൽ ഈ ഷാഫിയുടെ ഇതേ ഗുണ്ടാസംഘം റിപ്പോർട്ടർ ചാനലിനോട് ആക്രോശിച്ചത്? അവിടെ റിപ്പോർട്ടർ സംഘത്തെ അങ്ങോട്ട് കയറ്റിവിട്ടിരുന്നു. അപ്പം ഇതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഷാഫി അവിടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഗുണ്ടാ സംഘത്തെ നയിക്കുന്ന ഗുണ്ടാപ്പടയുടെ നേതാവായിട്ട് കൂടി മാറിയിരിക്കുകയാണ്. ഗുണ്ടാപ്പടയുടെ നേതാവാണ്. 5-6 മണിക്ക് പ്രകടനം അവസാനിച്ചു. ഷാഫി വരുന്നത് 7:30-ക്കാണ്. ആ സമയം വരെ UDF-കാർ ഉപരോധിച്ചു നിൽക്കുകയാണ്. പോലീസ് അങ്ങേയറ്റത്തെ ആത്മസംയമനം പാലിച്ചു എന്നാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഷാഫിയുടെ ഷോ തിരിച്ചറിയണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഷാഫിയെ പോലീസ് ലാത്തിവെച്ച് തല്ലി എന്നതായിരുന്നു ഇന്നലെ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അന്ന് റൂറൽ SP ബൈജു അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കണം. അതിൽ റൂറൽ SP എന്താ പറഞ്ഞത്? അവിടെ ലാത്തിച്ചാർജ് നടന്നിട്ടില്ല എന്നാണ്. ലാത്തിച്ചാർജ് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവണം? ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ച് പറയണം. അവിടെ സംഘർഷസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. റൂറൽ SP പറഞ്ഞതിൽ തെറ്റില്ല. പിന്നെ നിങ്ങൾ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ, വഴിയിൽ കൂടി നടന്നു പോകുന്ന ഷാഫിക്കാണോ അടി കിട്ടിയത്? ഇല്ല അവിടെ ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന ഷാഫിക്കാണോ അടി കിട്ടിയത്? അവിടെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗുണ്ട, ലീഗിന്റെ ഗുണ്ട, നിങ്ങൾ ആ വീഡിയോ ദൃശ്യം നോക്കിയാൽ മനസ്സിലാവും. അയാൾ ഉൾപ്പെടെ പോലീസുമായി ആക്രോശിക്കുന്നു, പോലീസിനെ അങ്ങോട്ട് അടിക്കുന്നു, ചവിട്ടുന്നു, പോലീസിന്റെ മുഖത്തേക്ക് തുപ്പുന്നു. അപ്പൊ പിന്നെ പോലീസ് നോക്കി വെക്കൂ? പോലീസ് അവരെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അവരുടെ ആഗ്രഹം 2 വർഷം പ്രഖ്യാപിച്ച് നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിന് നേരെ അവരും പെട്ടെന്ന് പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ച് വരികയാണ്. അപ്പൊ 2 പ്രകടനവും കൂട്ടിമുട്ടിയാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താ? ഷാഫി അതാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഭാഗ്യവശാൽ പോലീസ് നടുക്ക് നിന്നു. ഇടതുപക്ഷത്തിന്റെ ആളുകൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവിടുത്തെ LDFന്റെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത്, ഞങ്ങളുടെ പ്രകടനം ഞങ്ങൾ നേരത്തെ പിരിച്ചുവിട്ടു എന്നാണ്. നിങ്ങളത് നോക്കണം. അവിടെ എന്തുകൊണ്ട് പിരിച്ചുവിട്ടു? എന്താ അവിടെ നമ്മുടെ സാറിനോട് പറഞ്ഞത്? ഷാഫി വരുന്നുണ്ട്, അവൻ പല ഷോയും കാണിക്കും. മനസ്സിലായില്ലേ? ഷാഫി വരുന്നുണ്ട്, അവന്റെ ഷോ കാണിക്കും, അവൻ പല നമ്പറും ഇറക്കും, ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് അവന്റെ ഷോയിൽ അവന്റെ നമ്പറിൽ നമ്മുടെ സഖാക്കൾ കുടുങ്ങരുത്, പിരിഞ്ഞു പോകണം. അങ്ങനെയാ പിരിഞ്ഞു പോയത്. അല്ലാതെ കോൺഗ്രസിന്റെ ആളുകളെ നേരിടാൻ അവിടെ പോലീസ് മാത്രമല്ല ഞങ്ങളുടെ സഖാക്കളും ഉണ്ട്, കഴിയാത്തതുകൊണ്ടല്ല. പക്ഷെ ഇമാതിരി ഷോയിൽ വീണ് പോവരുത്, ഇത് ഷാഫിയുടെ നമ്പറാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് LDFന്റെ ആളുകളുമായിട്ട് അവർക്ക് സംഘർഷം ഇല്ലാതിരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഘർഷം ഉണ്ടാവേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളുടെ ആളുകളുമായിട്ടല്ലേ? ഞങ്ങളുടെ ഒരാളുമായിട്ട് അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളുമായി ഉണ്ടാക്കാൻ നിശ്ചയിച്ച സംഘർഷം മുടങ്ങിപ്പോയി. അതിൻ്റെ പ്രതികാരം എന്നോണം അതിന് തടസ്സം നിന്ന പോലീസിനെ പിന്നെ നേരിടലായി ഇവരെ പരിപാടി. അപ്പം അങ്ങനെയാ
അവിടെ ഉന്തും തള്ളും ബഹളം ഉണ്ടായത്. ചിലപ്പോൾ കൈ തട്ടിയിട്ടുണ്ടാവാം, കാരണം മൂക്കിൻ്റെ എല്ലിനൊക്കെയുള്ള പിന്നെ അതിൻ്റെ ബലമൊക്കെ നമുക്കറിയാലോ. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരു ജനപ്രതിനിധിക്ക് അടി കിട്ടുന്നത്? ഇനി അടി കിട്ടിയെങ്കിൽ തന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ട, നിങ്ങളുടെ പഴയ വിഷ്വൽസ് ഒക്കെ എടുത്ത് നോക്കണം. എത്ര ക്രൂരമായിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ SFIയുടെ DYFIയുടെ ആളുകളെല്ലാം പോലീസ് നേരിട്ടത്. അതെല്ലാം പോട്ടെ, നമ്മുടെ ശിവദാസ മേനോൻ എന്ന് പറയുന്ന സഖാവ്, കേരളത്തിൻ്റെ മുൻ മന്ത്രി, ആ വന്ധ്യവയോധികനായ ശിവദാസ മേനോനെ മുത്തങ്ങ സമരത്തിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ടൗണിൽ വെച്ച് എത്ര ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾ ചില ചാനലുകൾ മത്സരിച്ച് കാണിക്കുന്ന വിഷ്വലിൽ തന്നെ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അതങ്ങ് ഊഹിക്കുകയാണ്. ഞാനത് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഷാഫി വളരെ ബോധപൂർവം 2026 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കോൺഗ്രസിന്റെ പ്രതിസന്ധി മറികടക്കാൻ നടത്തുന്ന നാടകമാണ്. ഈ നാടകം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഒന്നുകൂടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വാണിയംകുളത്ത് ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവിനെ ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ ഭാരവാഹികൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഡിവൈഎഫ്ഐ ആണോ? വാണിയംകുളത്ത് DYFIയുടെ മുൻ പ്രവർത്തകനായിട്ടുള്ള ഒരാൾക്ക് മർദ്ദനമേറ്റു എന്ന വാർത്തയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട DYFIക്കാർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഘടനാപരമായ പരിശോധനയുണ്ടാവും, നടപടികളുണ്ടാവും. മറ്റൊന്ന്, ഈ ഷാഫി പറമ്പലിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം പതുക്കെ കളത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ബേബി ആശുപത്രിയിൽ വന്ന് ഷാഫിയെ കാണുന്നു, ഒരു നോർമലൈസ് ചെയ്ത് എൻട്രി ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാവുന്നത്ര കാര്യം ഞങ്ങൾക്കറിയില്ലല്ലോ. അപ്പം മാധ്യമ പ്രവർത്തകർക്ക് ഷാഫിയെക്കുറിച്ച്, രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നിരവധി വാർത്തകൾ നിങ്ങൾ പുറത്തുവിടാത്ത കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോർമലൈസ് ചെയ്ത് പതുക്കെ രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള നാടകം കൂടിയാണിത്. ഇത് മാങ്കൂട്ടത്തെ ഉൾപ്പെടെ വെളുപ്പിച്ചെടുക്കാനുള്ള നാടകമാണ്. പക്ഷെ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. വയനാടിന് വേണ്ടി പിരിച്ച പണം എവിടെ? 30 വീട് എവിടെ? ഒടുവിൽ വയനാട് വാർഷികമായിട്ടുള്ള ജൂലൈ 30 രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഒരു ചാനലിൽ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ അവിടെ ഭൂമി എടുത്തിട്ടുണ്ട് എന്നാണ്. ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സർവേ നമ്പർ, ഏത് വില്ലേജ് ഓഫീസ്? ഇതൊക്കെയല്ലേ വയനാട്ടിലെ ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഷാഫിയുടെ ഈ ഷോ കൊണ്ട് കോൺഗ്രസ് നേരെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാവില്ല. അതുകൊണ്ട് ഷാഫി എത്ര ഷോ കാണിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളൊരു പെർമിറ്റിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഷാഫി എത്ര ഷോ കാണിച്ചാലും അവർ അകപ്പെട്ട രാഷ്ട്രീയമായ പ്രതിസന്ധി അവർക്ക് മറികടക്കാൻ കഴിയില്ല.